നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടതനുകൂലികൾ പോലും SFIയുടെ കരണം പുകയ്ക്കുകയാണ്. കാരണം ധാർഷ്ട്യത്തിന്റെ അങ്ങേ അറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനം. CPM അനുഭാവിയാണ് മുരളി തുമ്മാരകുടി. എന്നാൽ അദ്ദേഹം പോലും ഇപ്പോൾ SFIയെ പച്ചയ്ക്ക് പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അത് TP ശ്രീനിവാസനെ SFI മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. TP ശ്രീനിവാസനെ മർദ്ദിച്ചത് ശ്രീനിവാസൻ തെറി വിളിച്ചതുകൊണ്ടായിരുന്നു എന്നായിരുന്നു SFIയുടെ ക്യാപ്സൂള്. വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ നുണപ്രചരണം ഇന്നും SFIക്കാർ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ PM ആർഷോ ഈ നുണ ആവർത്തിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ആ പച്ച നുണ വീണ്ടും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് SFIയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ്. ആർഷോയിൽ നിന്നും ഒട്ടും വ്യത്യസ്തനൊന്നുമല്ല സഞ്ജീവ്. എന്നാൽ സഞ്ജീവിനെയാണ് അധികാരം അങ്ങോട്ട് കയ്യിൽ കിട്ടിയതേ ഉള്ളൂ. സഞ്ജീവും കാണിച്ചു തുടങ്ങിയ വേലത്തരങ്ങളെയാണ് മുരളി തുമ്മാരകുടി മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുന്നത്. സഞ്ജീവ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് TP ശ്രീനിവാസനെ തല്ലിയത് അസഭ്യം പറഞ്ഞതുകൊണ്ടാണ് എന്ന് ആവർത്തിച്ചത്. TP ശ്രീനിവാസൻ തെറി വിളിച്ചതുകൊണ്ടാണോ തല്ലിയത് എന്ന ചോദ്യത്തിന് മറുപടി പറയവെയാണ് സഞ്ജീവ് പച്ച നുണ ആവർത്തിച്ചത്. അദ്ദേഹം തെറി വിളിച്ചില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം തെറി വിളിച്ചതുകൊണ്ടാണ് തല്ലിയത്. ഇതായിരുന്നു വീണ്ടും വീണ്ടും ഇവർ ആവർത്തിച്ചത്. അതേസമയം ഈ ആരോപണം കാലങ്ങൾക്ക് മുൻപ് TP ശ്രീനിവാസൻ തന്നെ തള്ളിപ്പറഞ്ഞതാണ്. താൻ തെറി വിളിച്ചു എന്ന് തെളിയിക്കാൻ, അതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ CPM സംഘടനയെയും SFIയെയും DYFIയെയും എല്ലാം ശ്രീനിവാസൻ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് UN ഉദ്യോഗസ്ഥനായ മുരളി തുമ്മാരകുടി ഇപ്പോൾ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇതോടുകൂടി SFIക്ക് തടി കിട്ടിയ അവസ്ഥയിലായിപ്പോയി. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുരളി തുമ്മാരകുടി പ്രതികരിച്ചത്. മുരളി തുമ്മാരകുടിയുടെ ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ ആയിരുന്ന TP ശ്രീനിവാസനെ തല്ലി വീഴ്ത്തിയത്. ഒരു പതിറ്റാണ്ട് കഴിഞ്ഞും ഓരോ കാര്യങ്ങൾ പറഞ്ഞും അതിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു. തെറി പറഞ്ഞിട്ടില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ന്യായം. ഉണ്ട്, അദ്ദേഹം ഇക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 2016 ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇംഗ്ലീഷിലുള്ള പോസ്റ്റിന്റെ ഗൂഗിൾ മലയാള പരിഭാഷ താഴെ കൊടുക്കുന്നു. വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാൻ ഞാൻ അവരെ അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന ഒരു തെറ്റായ പ്രചാരണം നടക്കുന്നത് കാണുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ആക്രമണത്തിന് ശേഷവും ഞാൻ അവരോട് അങ്ങേയറ്റം മര്യാദയും സൗഹൃദവുമായിരുന്നുവെന്ന് വീഡിയോ ക്ലിപ്പുകൾ കാണുന്ന ആർക്കും മനസ്സിലാകും. എനിക്ക് അടുത്തെങ്ങും ഒച്ച വയ്ക്കാൻ പോലീസുകാരില്ലായിരുന്നു. മാത്രമല്ല, ഞാൻ പറഞ്ഞതായി കരുതപ്പെടുന്ന വാക്കുകൾ എൻ്റെ പദാവലിയിലില്ല. ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. ആക്രമണത്തെ സാർവത്രികമായി അപലപിച്ചതിലുള്ള നിരാശയിൽ നിന്നാണ് ഇത് ഉടലെടുത്തത്. പുതിയ തലമുറ നേതൃത്വത്തിൽ പ്രതീക്ഷ ഉണ്ടാകണമെന്നാണ് എപ്പോഴും എൻ്റെ ആഗ്രഹം. അത് പലപ്പോഴും സാധിക്കാറില്ല. മുരളി തുമ്മാരകുടി പങ്കുവച്ചത് ഈ പോസ്റ്റായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ യു-ടേൺ അടിയാണ് CPM നടത്തിയിരിക്കുന്നത്. അതായത് സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ കേരളം കത്തുന്ന സമരങ്ങൾ ഇതിനെതിരെ നടത്തിയത് ആരാണ്? CPMകാർ തന്നെയാണ്. എന്നിട്ടാണ് പിണറായിയുടെ ഭരണകാലത്ത് ഇവർ വലിയ യു-ടേൺ അടി അടിച്ചത്. യൂദാസ് പോലും ഇത്രയും വലിയ ചതി കാണിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ SFI കിടന്നങ്ങ് മെഴുകുന്നത്. എന്നാൽ നിങ്ങൾ മെഴുകാൻ വരുമ്പോൾ വീണ്ടും TP ശ്രീനിവാസനെ അധിക്ഷേപിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്തത് മഹാ അപരാധം തന്നെയാണ്. ആ മനുഷ്യനെ തല്ലി താഴെയിടുകയാണ് ചെയ്തത്. ആ മനുഷ്യന്റെ പ്രായം നിങ്ങൾ ബഹുമാനിച്ചില്ല, ഇരിക്കുന്ന പദവിയെ നിങ്ങൾ ബഹുമാനിച്ചില്ല. അല്ലെങ്കിലും നിങ്ങൾക്ക് പദവിയെയും മനുഷ്യനെയും ഒന്നും ബഹുമാനിക്കാൻ അറിയാത്ത ഒരു കൂട്ടരാണ് എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ SFI ആണ് ഇപ്പോൾ വീണ്ടും വീണ്ടും TP ശ്രീനിവാസനെ അധിക്ഷേപിക്കുന്നത്. എന്നാൽ അങ്ങനെ ഇനി അധിക്ഷേപിക്കാൻ വിട്ടു തരില്ല എന്ന് തന്നെ മറുപടി പറയുകയാണ് ഞങ്ങളും. TP ശ്രീനിവാസനെ തല്ലിയത് മഹാപരാധമായി കാണുന്നില്ല എന്നായിരുന്നു ആർഷോ പ്രതികരിച്ചത്. ആ തറഗുണ്ടയിൽ നിന്ന് ഇത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം 40ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആർഷോയിൽ നിന്ന് മറ്റെന്ത് തരത്തിലുള്ള പ്രസ്താവനയാണ് പ്രതീക്ഷിക്കേണ്ടത്?
ശ്രീനിവാസൻ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചതുകൊണ്ടാണ് ആ വിദ്യാർത്ഥി അടിച്ചതെന്നും അതിന് SFI മാപ്പ് പറയേണ്ടതില്ല എന്നുമായിരുന്നു ആർഷോ വ്യക്തമാക്കിയത്. അങ്ങനെ കാണുന്നവരെ പൊതുമധ്യത്തിൽ തെറി വിളിക്കുന്ന സ്വഭാവക്കാരനല്ല TP ശ്രീനിവാസൻ. തെറ്റായ ഒരു വാക്കുകളും ആർക്കെതിരെയും പറയാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹം കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുമാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു മികച്ച പദ്ധതിയുമായി വന്നത്. എന്നാൽ അതിനെ നിഷ്കരുണം തള്ളിക്കളയുകയും അതിനെതിരെ സമരം നടത്തുകയും ചെയ്തത് നിങ്ങളുടെ പാർട്ടിയാണ്. എന്നിട്ടാണ് ഇപ്പോൾ അതേ പാർട്ടി ഉളുപ്പില്ലാതെ കാശടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഈ പദ്ധതി പുതിയ കുപ്പിയിൽ പുതിയ വീഞ്ഞെന്നും പറഞ്ഞ് ഇറക്കാൻ ശ്രമിക്കുന്നത്. നട്ടല്ലില്ലാത്ത വർഗമായി നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും നിലപാടില്ലാത്ത പ്രസ്ഥാനമായി ഈ സംഘം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനും മറ്റെന്ത് തെളിവാണ് വേണ്ടത്? എന്നിട്ടും പൊതുമധ്യത്തിലേക്ക് വന്നു നിന്ന് ജനങ്ങളെ അധിക്ഷേപിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന SFIയുടെ നാറിയ ചരിത്രവും സ്വഭാവവും ഇനിയെങ്കിലും മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ പൊതുജനങ്ങൾ നിങ്ങളെ തെരുവിലിട്ട് തല്ലുന്ന കാലം അത്ര വിദൂരമല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വീണ്ടും വീണ്ടും ശ്രീനിവാസന്റെ കാര്യത്തിൽ പറയാനുള്ളത്. TP ശ്രീനിവാസൻ തന്തയ്ക്ക് വിളിച്ചു എന്നായിരുന്നു ആർഷോ കഴിഞ്ഞ ദിവസമൊക്കെ പ്രതികരിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായ നീക്കവും ശ്രീനിവാസനിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കാണുന്ന ആർക്കും മനസ്സിലാകും. ആ മനുഷ്യനെ തല്ലി താഴെ ഇടുകയാണ് ചെയ്തത്. അത് കേരളം കണ്ടതാണ്. എന്നിട്ട് നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കരുത്, വെളുപ്പിക്കാൻ വരികയും ചെയ്യരുത്. ഇനി അഥവാ ഇങ്ങനെ ക്യാപ്സൂൾ ഇറക്കുകയാണെങ്കിൽ അത് 3 നേരം തൊള്ളയിലോട്ടിട്ട് വെള്ളം ഒഴിച്ചങ്ങ് വിഴുങ്ങിക്കോളുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.